ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കോമ്പറ്റീഷൻ ആക്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം കുറേ അധികമായിട്ടുള്ള സെക്ഷൻസോ അല്ലെങ്കിൽ കുറേ അധികം കേസ് ലോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കേട്ട് സുപരിചിതമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന കോമ്പറ്റീഷൻ ആക്റ്റുമായിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്കൊരു മൂന്ന് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു 3 പാർട്ടായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ പഠിക്കാം. ഓക്കെ, അതിനകത്ത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. സോ കോമ്പറ്റീഷൻ ആക്ട് പഠിക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ എന്ന് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആക്ട് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഏതാ പറയുക, എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് ഒരു കാരണവശാലും നമ്മുടെ മാർക്കറ്റിനോ നമ്മുടെ എക്കണോമിനെയോ നെഗറ്റീവായിട്ട് ബാധിക്കാത്ത രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ എവിടെ പോസിബിൾ ആക്കുക, ഇന്ത്യയിൽ പോസിബിൾ ആക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത്. സോ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് തന്നെയാണ്. എന്തൊക്കെയാണ് കോമ്പറ്റീഷൻ ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, ദ ഫസ്റ്റ് വൺ, ടു പ്രിവെന്റ് പ്രാക്ടീസസ് ഹാവിംഗ് അഡ്വേഴ്സ് എഫക്ട് ഓൺ കോമ്പറ്റീഷൻ. അതായത് കോമ്പറ്റീഷന് അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാവുന്ന കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ, ടു പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻസ് ഇൻ മാർക്കറ്റ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് തേർഡ് വൺ, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. ദാറ്റ് മീൻസ് ഈ പറയുന്നത് പോലെ സപ്ലയേഴ്സിൻ്റെ ഈ പറയുന്ന ഫേവറബിൾ അല്ലാത്ത കോമ്പറ്റീഷൻ കാരണം ആർക്ക്, കൺസ്യൂമറിന് ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ ഇല്ലാതെയാക്കുക. ദാറ്റ് മീൻസ് അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ദ ഫോർത്ത് വൺ, ടു എൻഷുവർ ദ ഫ്രീഡം ഓഫ് ട്രേഡ്. ഫ്രീഡം ഓഫ് ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രോമിസ് ചെയ്യുക. ക്യാരിഡ് ഓൺ ബൈ അതർ പാർട്ടിസിപ്പൻസ് ഇൻ ദ മാർക്കറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഫോർ ദ മാറ്റേഴ്സ് കണക്റ്റഡ് ദർ വിത്ത് ഓർ ഇൻസിഡൻഷ്യൽ ദർ ടു. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് നമുക്ക് ഒരു തവണ എങ്ങാണ്ടോ 1-2 തവണ എങ്ങാണ്ടോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തൊക്കെയാണ് കോമ്പറ്റീഷൻ ഒബ്ജക്റ്റീവ്സ്? 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒന്ന്, ഈ പറയുന്ന അഡ്വേഴ്സ് എഫക്ട്, കോമ്പറ്റീഷൻസിനകത്ത് അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാകുന്ന സാധനങ്ങളെ വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. നല്ലൊരു കോമ്പറ്റീഷൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഈ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ഒരു ഫ്രീഡം ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിനകത്ത് കയറി വരുന്ന, ദാറ്റ് മീൻസ് ഈ കോമ്പറ്റീഷൻ ആക്ടുമായിട്ട് കയറി വരുന്ന കുറച്ച് ഡെഫിനിഷൻസും കൂടെ നമുക്ക് നോക്കാം. ഈ ഡെഫിനിഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ലോഡ് എക്സാം, ഈ ഓഫ്ലൈൻ മോഡ് ഓഫ് എക്സാം നടക്കുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനകത്ത് ഏതെങ്കിലും 1-2 ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അതർ ലോസിനകത്ത് കയറി വരുന്ന അതർ ലോസിനകത്ത് കയറി വരുന്ന ഡെഫിനിഷൻസുമായിട്ടാണ്. അങ്ങനെയാണ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുള്ളത്. 20 ഒബ്ജക്റ്റീവ്സിനകത്ത് ഏതെങ്കിലും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ 20 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സിനകത്ത് ഏതെങ്കിലും 1-2 ഈ പറയുന്ന ഡെഫിനിഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. നമുക്ക് നോക്കാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഡെഫിനിഷൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ, അക്വിസിഷൻ. എന്താണ് അക്വിസിഷൻ? അക്വിസിഷൻ മീൻസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അക്വയറിംഗ് ഓർ എഗ്രി ടു അക്വയർ ഷെയർസ്, വോട്ടിംഗ് റൈറ്റ്സ് ഓർ അസറ്റ്സ് ഓഫ് എനി എൻ്റർപ്രൈസസ്. അതായത് ഒരു എൻ്റർപ്രൈസസിൻ്റെ ഷെയറോ അല്ലെങ്കിൽ അവരുടെ വോട്ടിംഗ് റൈറ്റ്സോ അസറ്റോ അക്വയർ ചെയ്യുക. കൺട്രോൾ ഓവർ ദ മാനേജ്മെന്റ് ഓർ കൺട്രോൾ ഓവർ ദ അസറ്റ്സ് ഓഫ് ദ എൻ്റർപ്രൈസസ്. അതുകൂടാതെ ഇവിടെ അക്വിസിഷൻ എന്ന് പറയുന്ന വേർഡിന് വേറൊരു മീനിങ് കൂടെ പറയുന്നത് മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ആ എൻ്റർപ്രൈസസിൻ്റെ അസറ്റിനെ കൺട്രോൾ ചെയ്യുക. അതും കൂടെ ഏതായിട്ട് കയറി വരും? ഈ പറഞ്ഞ അക്വിസിഷൻ എന്ന് പറയുന്ന വേർഡ് മീനിങ് ആയിട്ട് വരും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, എഗ്രിമെന്റ്. എഗ്രിമെന്റ് ഇൻക്ലൂഡ്സ്, കേസ് ലോസ് ചോദിക്കുന്ന ഒരു ഡെഫിനിഷൻസ് ആണ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് ഇൻക്ലൂഡ്സ് എനി അറേഞ്ച്മെന്റ്. എഗ്രിമെന്റ് എന്ന് പറയുന്നത് കണ്ടോ, എനി അറേഞ്ച്മെന്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ്. Okay, any arrangement or understanding or action in concert whether or not ഇതാണ് important, whether or not such agreement or understanding or action എന്താ ഫോമൽ ആവണമെന്ന് നിർബന്ധമില്ല, അത് ഇൻ റൈറ്റിംഗ് ആവണമെന്ന് നിർബന്ധമില്ല. ആൻഡ് intended to be enforceable by legal proceedings. അതായത് ലീഗൽ പ്രൊസീഡിങ്സിനകത്ത് എൻഫോഴ്സിബിൾ ആവണം എന്ന് നിർബന്ധമില്ല. മനസ്സിലായി? സോ ഒറ്റ വാക്കി പറയുവാണെങ്കിൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെന്റോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ഒരു ആക്ഷനോ ആവാം. അത് ഈ പറയുന്നത് പോലെ ഫോമലോ ഇൻഫോമലോ ആവാം, അല്ലെങ്കിൽ റൈറ്റിങ്ങോ അല്ലെങ്കിൽ റൈറ്റിംഗ് അല്ലാത്ത രീതിയിലോട്ടാവാം, എൻഫോഴ്സിബിൾ ബൈ ലോയോ അതല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷനും ആവാം. ഇതിനെ എല്ലാത്തിനെയും കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്? എഗ്രിമെന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് കേസ് ലോസ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, കാർട്ടൽ. ഈ 4 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് കാർട്ടൽ. കാർട്ടൽ ഇൻക്ലൂഡ്സ്, കാർട്ടൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻ അസോസിയേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, സെല്ലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ട്രേഡേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്, ആരുടെ വേണേലും ആവാം. അവരുടെ ഒരു അസോസിയേഷനെയാണ് നമ്മൾ കാർട്ടൽ എന്ന് പറയുന്നത്.
എന്തിനാ? ബൈ എഗ്രിമെന്റ് എമംഗ്സ് ദെംസെൽഫ്, അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ? ലിമിറ്റ്, കൺട്രോൾ ഓർ അറ്റംപ്റ്റ് ടു കൺട്രോൾ ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ഓർ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് ഈ പറയുന്നത് പോലെ സപ്ലയേഴ്സിൻ്റെയോ പർച്ചേസിൻ്റെയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയോ ആരുടെയെങ്കിലും ഒരു അസോസിയേഷൻ, അവരൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്യാൻ വേണ്ടി പോവുക? ഈ പറയുന്നത് പോലെ ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കൺട്രോൾ എന്തൊക്കെയാ? പ്രൊഡക്ഷനോ ഡിസ്ട്രിബ്യൂഷനോ സെയിൽസോ പ്രൈസോ അങ്ങനെ എല്ലാം അവരുടെ പരിധിയിലോട്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരതിനെ കൺട്രോൾ ചെയ്യണമെന്ന രൂപത്തിലോട്ട് കൊണ്ടുവരിക. മനസ്സിലായി? ഇതിനെയാണ് കാർട്ടൽ എന്ന് പറയുന്നത്. കാർട്ടൽ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസോസിയേഷൻസ്. അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സെയിൽസിനെ ആണെങ്കിലും പർച്ചേസിനെ ആണെങ്കിലും പർച്ചേസിങ് പ്രൈസിനെ ആണെങ്കിലും സെല്ലിംഗ് പ്രൈസിനെ ആണെങ്കിലും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെയാണ് നമ്മൾ കാർട്ടൽ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് മീൻസ് ആസ് ഡിഫൈൻഡ് ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് എന്താണോ ഗുഡ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഏത് പ്രകാരം? കോമ്പറ്റീഷൻ ആക്ട് പ്രകാരവും പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നോക്കേ, ദ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ്, പ്രോസസ്ഡ് ഓർ മൈൻഡ്. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം ഗുഡ്സിനകത്താണ് പറഞ്ഞത്. ആൻഡ് ഡിബഞ്ചേഴ്സ്, സ്റ്റോക്ക്, ഷെയർസ് ആഫ്റ്റർ അലോട്ട്മെന്റ്. ഒരു തവണ കേസ് ലോസ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഡിബഞ്ചർ ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ഷെയർസ് ആണെങ്കിലും അത് ഗുഡ്സ് ആണ്. എപ്പോൾ മാത്രം? ബിഫോർ അലോട്ട്മെന്റ് അല്ല, ആഫ്റ്റർ അലോട്ട്മെന്റ്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ കൈവശമുള്ള ഒരു ഷെയർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ഡിബഞ്ചർ, ഓക്കെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിനെ നമുക്ക് കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം ഗുഡ്സിൻ്റെ കാറ്റഗറിക്ക് തന്നെ കൊണ്ടുവരാം. പക്ഷേ എന്താവണമെന്ന് മാത്രം? അത് ആഫ്റ്റർ അലോട്ട്മെന്റ് ആവണമെന്ന് മാത്രം. ബിഫോർ അലോട്ട്മെന്റ് ഷെയർ ആണെങ്കിലും ഡിബഞ്ചർ ആണെങ്കിലും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇൻ റിലേഷൻ ടു ഗുഡ്സ് സപ്ലൈഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ കൺട്രോൾ ഇൻ ഇന്ത്യ, ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ. മനസ്സിലായി? ഇന്ത്യയിലുള്ളതാവാം അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തതും ആവാം. ഓക്കെ, സോ ഈ 4 ഡെഫിനിഷൻസ് ഓർത്തിരിക്കുക. അക്വിസിഷൻ എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സും കൂടെ ആവാം, അല്ലെങ്കിൽ കൺട്രോൾ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതും കൂടെ അക്വിസിഷൻ ആവാം. ആൻഡ് ദ സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് എഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു? ഒരു അറേഞ്ച്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആണ്, അല്ലേ? അവിടെ എൻഫോഴ്സിബിൾ ബൈ ലോ ആവണമെന്നില്ല, പിന്നെ എന്താ റൈറ്റിംഗ് ആവണമെന്നില്ല, ഫോമൽ ആവണമെന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ കാർട്ടൽ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ കാർട്ടൽ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഗുഡ്സ്. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ആഫ്റ്റർ അലോട്ട്മെന്റ് മാത്രമേ ഷെയർസ് ആണെങ്കിലും ഡിബഞ്ചേഴ്സ് ആണെങ്കിലും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഒരെണ്ണം കൂടെ ഓർത്തിരിക്കാം. ഈ കൺസ്യൂമർ എന്ന് പറയുന്നൊരു സാധനം. ദാറ്റ് മീൻസ് കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ആവശ്യത്തിന് വാങ്ങിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുകയാണെങ്കിലും നമ്മളെ കൺസ്യൂമർ എന്നുള്ള കാറ്റഗറിക്കകത്ത് തന്നെയാണ് നിൽക്കണേ. ഓക്കെ, നിങ്ങളിപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് വാങ്ങിക്കുന്നു, അത് നിങ്ങളുടെ ചിലപ്പോൾ പേഴ്സണൽ യൂസിനോട്ടാവാം, അതല്ലെങ്കിൽ എങ്ങനെയാവാം നിങ്ങൾക്കിത് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാവാം. ഇത് 2 രീതിക്ക് വാങ്ങിക്കുവാണെങ്കിലും നിങ്ങളെ നമ്മൾ എന്തായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം നിങ്ങൾ എന്തായിട്ടാണ് പറയണേ? കൺസ്യൂമർ ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ നോക്കാം, നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഡെഫിനിഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാനത് എക്സാമിന് ചോദിച്ച കേസ് ലോസ് ഇവിടെ ആഡ് ചെയ്തു മാത്രം. ഓക്കെ, ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഹാസ് ബീൻ റീച്ച്ഡ് എമംഗ് ദ മാനുഫാക്ചേഴ്സ് ഓഫ് ദ സിമെന്റ് ടു കൺട്രോൾ ദ പ്രൈസ് ഓഫ് ദ സിമെന്റ്. അതായത് സിമെന്റിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്നു. ബട്ട് ദ അണ്ടർസ്റ്റാൻഡിങ് ഈസ് നോട്ട് ഇൻ റൈറ്റിംഗ്. എന്തല്ല എന്നാ പറയണേ? നോട്ട് ഇൻ റൈറ്റിംഗ്. ആ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് എന്ന് പറയുന്ന റൈറ്റിംഗ് അല്ല. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ നോട്ട് ഇന്റൻഡ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലീഗൽ പ്രൊസീഡിങ്സ്. ഓക്കെ, അല്ലെങ്കിൽ എൻഫോഴ്സിബിൾ ബൈ ലോയോ അല്ല. ദാറ്റ് മീൻസ് റൈറ്റിംഗും അല്ല, എൻഫോഴ്സിബിൾ ബൈ ലോയോ അല്ല. എക്സാമിൻ വെദർ ദ എബോവ് അണ്ടർസ്റ്റാൻഡിംഗ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ എഗ്രിമെന്റ് വിത്ത് ദ മീനിങ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട്. ഇതിനെ എഗ്രിമെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ. നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡെഫിനേഷൻ അനുസരിച്ച് അത് ഫോമൽ ആവണമെന്നോ റൈറ്റിംഗ് ആവണമെന്നോ എൻഫോഴ്സിബിൾ ബൈ ലോ ആവണമെന്നോ നിർബന്ധമില്ല. അതല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെ നമുക്ക് എഗ്രിമെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഇവിടെ ഇതിനെ നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? എഗ്രിമെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്പർ 1. And number 2, ABC Limited made initial public offer of a certain number of equity shares. Examine whether these shares can be considered as goods under the Competition Act before allotment. ഷെയർസ് ഏതിന് വേണ്ടിയിട്ട്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിന് വേണ്ടി ഇറക്കുന്നേ ഉള്ളൂ. ഓക്കെ, സോ അവിടെ ഷെയർ എന്ന് പറയുന്നതിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് നടന്നിട്ടില്ല, ബിഫോർ അലോട്ട്മെൻ്റ് ആണ്. ഇതിനെ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇല്ല. കാരണം എന്താ? കോമ്പറ്റീഷൻ ആക്ടിനകത്ത് നമ്മൾ പറഞ്ഞ ഡെഫിനേഷനകത്ത് ആഫ്റ്റർ അലോട്ട്മെൻറ്റ് മാത്രമേ ഷെയർസ് ആണെങ്കിലും ഡിബഞ്ചേഴ്സ് ആണെങ്കിലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ ഇതിനെ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല, ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. And the third one, examine with reference to the relevant provisions of the Competition Act whether a person purchasing goods not for personal use. ഓക്കെ, കൺസ്യൂമർ ആണ്, കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ബട്ട് ഫോർ റീസെയിൽ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കൺസ്യൂമർ. ദാറ്റ് മീൻസ് അങ്ങേര് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, റീസെയിലിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അങ്ങേരെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ? കൺസ്യൂമർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ? തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യാം.
മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആണ് പറയണേ, ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കണേ. ഇനി കോമ്പറ്റീഷൻ ആക്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നോക്കി, നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കോമ്പറ്റീഷൻ ആക്ടിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഈ 3 കാര്യത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ ഓക്കെ, അത് ഇന്ത്യക്കകത്തുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നതിനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയണേ. ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന്, പ്രൊഹിബിഷൻ ഓഫ് സർട്ടൻ എഗ്രിമെന്റ്സ്. ദാറ്റ് മീൻസ് കൺസ്യൂമേഴ്സോ സപ്ലയേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ആരെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുന്നു. ആ എഗ്രിമെൻറ്റ് കാരണം ഈ പറയുന്നത് പോലെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളെ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഹിബിറ്റ് ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ. ദാറ്റ് മീൻസ് ഓരോ മേഖലകളിലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ഇപ്പം ഏത് പ്രൊഡക്റ്റ് എടുത്താലും അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി എടുത്താലും ആ ഇൻഡസ്ട്രിക്കകത്തെല്ലാം ഒരു ലീഡിംഗ് ഫേം ഉണ്ടാവും. ദാറ്റ് മീൻസ് ആ ഇൻഡസ്ട്രിയുടെ ഒരു ഡോമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആ ഫേം ആയിരിക്കും. അവരുടെ ആ ഡോമിനൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നതിനെ അബ്യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ, റെഗുലേഷൻ ഓഫ് കോമ്പിനേഷൻ. അതായത് ഈ പറയുന്നത് പോലെ ഡോമിനൻറ്റ് പൊസിഷനിൽ ഇരിക്കണം എന്നുള്ള നിർബന്ധമില്ല. ഈ ഇൻഡസ്ട്രിക്കകത്തുള്ള 2, 3, 4 പേര് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഫുള്ളായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് അവരൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ 3 സാഹചര്യത്തിലും നമുക്ക് എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പറയുന്ന കോമ്പറ്റീഷൻ ആക്ടിനെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള കോമ്പറ്റീഷനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ കോമ്പറ്റീഷൻ ആക്ടിനകത്തും ആക്ച്വലി ഈ ഒരു 3 പ്രൊസീജിയേഴ്സിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ പഠിക്കാനുള്ളത് കോമ്പറ്റീഷൻ കമ്മീഷനെ കുറിച്ചാണ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നോക്കി, എന്താണ് കോമ്പറ്റീഷൻ ആക്ട്, എന്താണ് കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള മേജർ ഡെഫിനിഷൻസ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യക്കകത്തുള്ള കോമ്പറ്റീഷനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് ഒരു 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്നത് പോലെ എഗ്രിമെൻറ്റ്സ്. ഓക്കെ. സോ അങ്ങനെയുള്ള സർട്ടൻ എഗ്രിമെൻറ്റ്സിനെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഡോമിനൻറ്റ് പൊസിഷനിലുള്ള ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ഡോമിനൻറ്റ് പൊസിഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അവർ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ തടയാം. ആൻഡ് സർട്ടൻ കോമ്പിനേഷൻസ്. ദാറ്റ് മീൻസ് ബാക്കിയുള്ള ചെറുകിട വ്യവസായികളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് സർട്ടൻ കോമ്പിനേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലാതെയാക്കാം. ഓക്കെ. നമുക്ക് ആ 3 ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ്. സെക്ഷൻ 3 കോമ്പറ്റീഷൻ ആക്ട് സെക്ഷൻ 3 നമുക്ക് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ. ദ പ്രൊഹിബിഷൻ ഓഫ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ്. അതായത് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സിനെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യാൻ പോവാണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദാറ്റ് മീൻസ് നോ എന്റർപ്രൈസസ് ഓർ അസോസിയേഷൻ ഓഫ് എന്റർപ്രൈസസ് ഓർ പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അതായത് എന്റർപ്രൈസസോ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷനോ അല്ലെങ്കിൽ പേഴ്സൺസോ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷനോ എന്ത് ചെയ്യാൻ പാടില്ല, ഷാൾ എൻ്റർ ഇൻ ടു എനി എഗ്രിമെൻറ്റ് in respect of production, supply, distribution, storage, acquisition or control of goods or provision of services which causes or likely to cause an appreciable adverse effect on competition within India. അതായത് ഓക്കെ, ഇന്ത്യക്കകത്ത് ഉള്ള ആ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കാര്യത്തിന് അഡ്വേഴ്സ് എഫക്റ്റ് ആവുന്ന രീതിയിൽ ഈ പറയുന്നത് പോലെ എൻ്റർപ്രൈസസോ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷൻസോ അല്ലെങ്കിൽ പേഴ്സൺസോ അവരുടെ അസോസിയേഷൻസോ ഒരു എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഓക്കെ, അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം നോക്കാം. ദാറ്റ് മീൻസ് അതിനെ നോക്കി, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിനകത്ത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആർക്ക് വേണേലും ആവാം, എൻ്റർപ്രൈസസിനോ അവരുടെ അസോസിയേഷനോ പേഴ്സൺസിനോ അവരുടെ അസോസിയേഷൻസിനോ എന്ത് വേണേലും ആവാം. പക്ഷേ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് കാരണം അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുകയാണ്, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഓക്കെ, ഇൻ കോൺട്രവെൻഷൻസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 3(1) ആണെങ്കിൽ അതിനെ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഷാൾ ബി വോയിഡ്. മനസ്സിലായോ? സോ അങ്ങനെ ചില ആൾക്കാർ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള കോമ്പറ്റീഷൻ മാർക്കറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ള എഗ്രിമെൻറ്റിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വോയിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, പേഴ്സി ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ്. ഈ പറഞ്ഞ കോൺസെപ്റ്റിനകത്തുള്ള അതേ കാര്യം തന്നെയാണ് പറയണേ. ഓക്കെ, എനി എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻ ടു between enterprise or association of enterprise or person or association of person or between any person and enterprise or practice carried on or decision taken by. That means അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വേണമെന്നില്ല, അവർ തമ്മിൽ ഒരു പ്രാക്ടീസ് or decision taken by any association or enterprises or association of persons including cartels. ഓക്കെ, കാർട്ടൽസ് മീൻസ് ആ ഗ്രൂപ്പ് ഓഫ് സപ്ലയേഴ്സ് അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആര് വേണേലും ആവാം. അവരെന്ത് ചെയ്യാൻ പോവാ? എൻഗേജ്ഡ് ഇൻ ഐഡൻറ്റിറ്റിക്കൽ ഓർ സിമിലർ
ട്രേഡ് ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസസ്. ദാറ്റ് മീൻസ് അവർ എന്ത് ചെയ്യണം, ഐഡന്റിക്കൽ ആയിട്ടുള്ള സിമിലർ ഗുഡ്സോ സിമിലർ ഗുഡ്സോ ആണ് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഈ പറയുന്ന ആൾക്കാർ ഒരു ഐഡന്റിക്കൽ ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ഒരേ നാച്ചുറിനകത്തുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, വിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിറ്റർമൈൻസ് ദ പർച്ചേസ് ഓർ സെയിൽ പ്രൈസ്. എന്ത് ചെയ്യണം, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിറ്റർമൈൻ ദ പർച്ചേസ് ഓർ സെയിൽ പ്രൈസ്. സെയിൽ പ്രൈസും പർച്ചേസ് പ്രൈസും തീരുമാനിക്കുന്ന രീതിയിലുള്ളത്. And the second one, limits or control production, supply, market, technical development, investment or provision of services. That means ഈ പറയുന്നത് പോലെ പ്രൊഡക്ഷനെയോ സപ്ലൈയോ അതിൻ്റെ മാർക്കറ്റിനെയോ ഡെവലപ്മെൻറ്റിനെയോ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ്സ്. And shares the market or source of production or provision of services by way of allocation of geographical area of market or type of goods or services or number of customers in the market or any other similar way. That means മാർക്കറ്റിനെ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കുക. And the third one, directly or indirectly results in bid rigging or collusive bidding. Collusive bidding എന്ന് വെച്ചാൽ അവർ കൂട്ടായിട്ട് ഒരുമിച്ച് ആ ബിഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഏർപ്പെടുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. ഇവിടെ ഒരു പുതിയ വേർഡ് എന്ന് പറയുന്നത് ബിഡ് റിഗിംഗ് ആണ്. നമുക്കത് നോക്കാം, ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അടുത്തത് നോക്കാം. സോ നോക്കിയേ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്ത് ചെയ്യുന്നു, ഒരു എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുന്നു. ആ എഗ്രിമെൻറ്റ് കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ പർച്ചേസിൻ്റെ പ്രൈസോ സെയിലിൻ്റെ പ്രൈസോ തീരുമാനിക്കുന്ന രീതിയിലുള്ളതാവാം. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഗ്രിമെൻ്റ് ആവാം. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയനെ അല്ലെങ്കിൽ ഒരു സെർട്ടൻ പ്ലേസിനെ ലിമിറ്റ് ചെയ്ത് അവിടെ മാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരുന്നതോ, അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൊളൂസീവ് ബിഡിങ് കൂട്ടായിട്ട് അവർ ഒരുമിച്ച് ബൾക്കായിട്ട് ബിഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഏർപ്പെടുകയോ അല്ലെങ്കിൽ ബിഡ് റിഗിങ്ങോ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഷാൾ ബി പെർസ്യൂംഡ് ടു ഹാവ് എൻ അപ്രീഷ്യബിൾ അഡ്വേഴ്സ് എഫക്ട് ഓൺ കോമ്പറ്റീഷൻ. സോ അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യണേ, ഈ പറയുന്നത് പോലെ അഡ്വേഴ്സ് എഫക്ട് ഓൺ കോമ്പറ്റീഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. അങ്ങനെ ട്രീറ്റ് ചെയ്താൽ എന്തായിരിക്കും, ആ എഗ്രിമെൻറ്റ് തീർച്ചയായിട്ടും വോയിഡ് ആയിരിക്കും. മനസ്സിലായി? സോ ഒരു അസോസിയേഷൻസ് അത് ആരെ വേണമെങ്കിലും ആവാം, എൻ്റർപ്രൈസസിൻ്റെ ആവാം, പേഴ്സൺസിൻ്റെ ആവാം, ഇൻക്ലൂഡിങ് കാർട്ടൽ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു അസോസിയേഷൻ എല്ലാവരും കൂടെ ഒരു എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുന്നു. ആ എഗ്രിമെൻറ്റ് പറയുന്നത് പോലെ പർച്ചേസ് പ്രൈസോ സെയിൽസ് പ്രൈസോ തീരുമാനിക്കാനോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണെങ്കിൽ, ഓക്കെ, അതിനെ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള എഗ്രിമെൻറ്റിനെ വോയിഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. മനസ്സിലായി? ഇതിനകത്ത് ഒരു എക്സംഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആവാം. അതായത് ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ജോയിന്റ് വെഞ്ചർ ആവാം. നോക്കാം, ആൻ എഗ്രിമെന്റ് ഷാൾ നോട്ട് ബി ഡീംഡ് ടു ബി ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ്. ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. എങ്ങനെയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ബൈ വേ ഓഫ് ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചേഴ്സ് ആണ് അവർ. ആ അസോസിയേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കൈകോർത്തിരിക്കുന്ന എഗ്രിമെൻ്റ് എഴുതിയിരിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് അവരൊരു ജോയിന്റ് വെഞ്ചറായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്തുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാം, ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ. മനസ്സിലായോ? അത് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടോ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടോ ഡിസ്ട്രിബ്യൂഷനോ സ്റ്റോറേജോ അക്വിസിഷനോ കൂട്ടാൻ വേണ്ടിയിട്ടോ ഓർ കൺട്രോൾ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസസ്. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ട്, ഓക്കെ, അവരുടെ മാർക്കറ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാം എന്നല്ലാതെ അവർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ കോമ്പറ്റീഷൻസിനകത്ത് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എഗ്രിമെൻറ്റിന് അതിൽ നിന്ന് ഇത് എക്സംഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനുള്ളത്. അതിനകത്ത് ആദ്യത്തെയാണ് നമ്മൾ പറയണേ, ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് ആരെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് കൊണ്ട് ഈ പറയുന്നത് പോലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് കയറി വരികയാണെങ്കിൽ അതിനെ നമുക്ക് തീർച്ചയായിട്ടും എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, വോയിഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, നമ്മൾ നേരത്തെ പേഴ്സി എഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞപ്പം നമ്മൾ ബിഡ് റിഗിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ദ ബിഡ് റിഗിംഗ് മീൻസ് എനി എഗ്രിമെൻറ്റ് between enterprises or person engaged in identical or similar production or trading of goods or provision of services which has the effect of eliminating or reducing competition for bids or adversely affecting the manipulating the process of bidding. അതായത് ഈ പറയുന്നത് പോലെ ബിഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ കുറയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഉള്ള ഒരു അസോസിയേഷനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ ബിഡ് റിഗിംഗ് എന്ന് പറയണേ. സോ ബിഡ് റിഗിംഗ് മീൻസ് ഒരു അസോസിയേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കണം, അവർ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ആ എഗ്രിമെൻറ്റ് കാരണം ഈ പറയുന്ന ബിഡിംഗ് എന്ന് പറയുന്നതിൻ്റെ കോമ്പറ്റീഷൻ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ബിഡിങ്ങിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ, ബിഡ് റിഗിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ഓക്കെ, നമ്മളിപ്പോൾ എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് പറയണേ. 3 കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് വൺ എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യണേ. നോക്കാം, ദ നെക്സ്റ്റ് വൺ, other anti-competitive agreements.
ഓക്കെ, 5 അതർ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ 5 എണ്ണവും എന്ത് തന്നെയാണ്? ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഈ 5 എഗ്രിമെൻറ്റ് വരികയാണെങ്കിലും അതിനെ നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും? വോയിഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഏതൊക്കെയാണെന്ന് നോക്കിയേ: ടൈ ഇൻ എഗ്രിമെൻറ്റ്സ്, എക്സ്ക്ലൂസീവ്ലി സപ്ലൈ എഗ്രിമെൻറ്റ്സ്, എക്സ്ക്ലൂസീവ്ലി ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്, റെഫ്യൂസൽ ടു ഡീൽ ആൻഡ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എഗ്രിമെൻറ്റ്. ഇങ്ങനെ ഒരു 5 എണ്ണമാണ് പറഞ്ഞത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം, നോക്കാം. ദ ഫസ്റ്റ് വൺ, ടൈ ഇൻ എഗ്രിമെൻറ്റ്. ഞാനത് എന്താണെന്ന് പറയാം. അതായത് includes any agreement requiring a purchaser of goods as a condition of such purchase to purchase some other goods. ദാറ്റ് മീൻസ് ഞാൻ നിങ്ങളിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ തിരിച്ച് എൻ്റെ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അതായത് അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. നമ്മൾ ഒരാളിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, അങ്ങേരെ തിരിച്ച് നമ്മളിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. അങ്ങനെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോമ്പറ്റീഷനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. സോ അങ്ങനെ എഴുതുന്ന എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ടൈ ഇൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ആ ടൈ ഇൻ എഗ്രിമെൻറ്റ് എന്ത് ചെയ്യണം? വോയിഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. കാരണം അത് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻ്റ് ആണ്. മനസ്സിലായോ? എങ്ങനെ ബാധിക്കുകയാണെങ്കിൽ അതിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ്, കോമ്പറ്റീഷൻസിനകത്ത് അഡ്വേഴ്സ് എഫക്റ്റ് വരികയാണെങ്കിൽ അതിനെ വോയിഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ, എക്സ്ക്ലൂസീവ്ലി സപ്ലൈ എഗ്രിമെൻറ്റ്സ്. That means, okay, includes any agreement restricting in any manner the purchaser in the course of his trade from acquiring or otherwise dealing in any goods other than those of the seller or any other person. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാവൂ. മനസ്സിലായോ? ഇറ്റ്സ് കോൾഡ് എക്സ്ക്ലൂസീവ്ലി സപ്ലൈ എഗ്രിമെൻറ്റ്. അതായത് പർച്ചേസറിനെ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. പർച്ചേസർക്ക് ഒരു ഫ്രീഡം ഉണ്ടാവണം. എവിടുന്ന് വാങ്ങിക്കണം, ആരിൽ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് പർച്ചേസർക്ക് അല്ലെങ്കിൽ ഡീലർക്ക് ഒരു ഫ്രീഡം ഉണ്ടാവണം. ആ ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഇല്ലാതെയൊക്കെയാണ്. ഏത് രീതിയിൽ? എക്സ്ക്ലൂസീവ്ലി സപ്ലൈ എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ. ദാറ്റ് മീൻസ് അവിടെ പർച്ചേസർക്ക് തീരുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ പർച്ചേസറിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് പർച്ചേസർക്ക് ഒരു പ്രഷർ കൊടുക്കുകയാണ്. ഇന്ന ആളിൽ നിന്ന് മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞ് പർച്ചേസറിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ക്ലൂസീവ്ലി സപ്ലൈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, എക്സ്ക്ലൂസീവ്ലി ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്. ഇവിടെയും പർച്ചേസറിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇത്രയും ജോഗ്രഫിക്കൽ ഏരിയക്കകത്ത് മാത്രമേ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾക്ക് മാത്രം, അല്ലെങ്കിൽ ഇന്ന അസോസിയേഷൻസിന് മാത്രമേ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവൂ. അങ്ങനെ പർച്ചേസർക്ക് സെയിൽ ചെയ്യുന്ന നേരത്ത്, അല്ലെങ്കിൽ പർച്ചേസർ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നേരത്ത് ആ ഡിസ്ട്രിബ്യൂഷനെ വല്ലാതെ ലിമിറ്റ് ചെയ്യാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ക്ലൂസീവ്ലി ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ റെഫ്യൂസൽ ടു ഡീൽ. ദാറ്റ് മീൻസ് വേറൊരാളുമായിട്ട് ഡീൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതിനെ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ പറയുന്ന റെഫ്യൂസൽ ടു ഡീൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെയും ഈ പറയുന്ന പോലെ പർച്ചേസർ ആണെങ്കിലും ഡീലർ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും അവർക്കുണ്ടാവുന്ന ഒരു ഫ്രീഡം കൺട്രോൾ ചെയ്യുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. അതായത് ഈ പറയുന്ന പോലെ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതിനകത്ത് ഒരു എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോക്കാം. Includes any agreement sell goods on condition that the price to be charged on the resale by the purchaser shall be the prices stipulated by the seller unless it is clearly stated that the prices lower than those prices may be charged. അതായത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾ പുറത്തോട്ട് വിൽക്കുമ്പം ഞാൻ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. എൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ഇത്ര രൂപയ്ക്ക് മാത്രമേ വിൽക്കാവൂ. ഓക്കെ, നിങ്ങൾ ഇത്ര രൂപയ്ക്ക് മാത്രമേ റീസെയിൽ ചെയ്യാവൂ, അല്ലെങ്കിൽ അതിനകത്ത് കുറഞ്ഞ വിലയ്ക്ക് മാത്രമേ നിങ്ങൾ പുറത്ത് കൊടുക്കാവൂ. സോ ഇവിടെയും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രീഡം ഇല്ലാതെ ആവുകയാണ് അല്ലേ? സോ ഇങ്ങനെ ഒരു 5 എഗ്രിമെൻ്റ് പോലെ, ഈ 5 എഗ്രിമെൻ്റ് പ്രകാരം ഈ കോമ്പറ്റീഷൻസിനകത്ത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മാർക്കറ്റിനകത്ത് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായാൽ ആ എഗ്രിമെൻറ്റിനെ വോയിഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എ ട്രക്ക് മാനുഫാക്ചറിംഗ് കമ്പനി പ്രപ്പോസസ് ടു എൻ്റർ ഇൻ ടു എ ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ് റിക്വയറിംഗ് ദ ഡീലർ. അതായത് ട്രക്ക് മാനുഫാക്ചേഴ്സ് ഒരു ഡീലറിൻ്റെ അടുത്ത് പറയുകയാണ്, ഡീലറിനെ അപ്പോയിൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡീലറിൻ്റെ അടുത്ത് പറയുകയാണ് നോട്ട് ടു സെൽ ട്രക്സ് ഓഫ് അതർ മാനുഫാക്ചേഴ്സ്. വേറെ മാനുഫാക്ചേഴ്സിൻ്റെ ട്രക്സ് ഒന്നും സെല് ചെയ്യാൻ പാടില്ല. ആൻഡ് ആൾസോ നോട്ട് ടു സെൽ ട്രക്സ് ഔട്ട്സൈഡ് ദ ടെറിട്ടറി അസൈൻ ടു ദം. രണ്ടാമത് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിനല്ലാതെ പുറത്തെങ്ങോട്ടും എന്ത് സെല് ചെയ്യാൻ പാടില്ല, ട്രക്സ് സെല് ചെയ്യാൻ പാടില്ല. Examine with reference to the provisions of the Competition Act whether the proposed agreement will be considered as anti-competitive agreement and void in case the company entered into such a company. ഓക്കെ, അതായത് ആ ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനി ഒരു ഡീലറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡീലറിൻ്റെ അടുത്ത് പറയുന്നു വേറെ ആരിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രക്സ് വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഓക്കെ, ദ ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനി പ്രപ്പോസസ് ടു ഇമ്പോസ് എ കണ്ടീഷൻ ഓൺ ഡീലർ നോട്ട് ടു സെൽ ട്രക്സ് ഓഫ് അതർ മാനുഫാക്ചേഴ്സ്. വേറെ മാനുഫാക്ചേഴ്സിൻ്റെ ട്രക്സുകളൊന്നും നിങ്ങൾ സെല് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? എക്സ്ക്ലൂസീവ്ലി സപ്ലൈ എഗ്രിമെൻറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അത് വോയിഡ് ആണ്. ആൻഡ് രണ്ടാമത്തെ നോക്കി,
നോട്ട് ടു സെൽ ഡ്രഗ്സ് ഔട്ട്സൈഡ് ദ ടെറിട്ടറി അസൈൻ ടു ദം. ആ ഡീലറിനോട് പറയുകയാണ് ഈ ടെറിട്ടറിക്ക് അപ്പുറം നിങ്ങളിത് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്സ് എന്ന് പറയാം. മനസ്സിലായി? എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്സ് എന്ന് പറയാം. അതിനെയും എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതും എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഞാൻ എക്സാമ്പിളായിട്ട് ഇട്ടുന്നേ ഉള്ളൂ. സോ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്നത് പോലെ കോമ്പറ്റീഷൻ മാർക്കറ്റിനകത്ത് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയണേ. അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റിനകത്ത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും. അങ്ങനെ വോയിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിനകത്ത് നിങ്ങൾ എൻ്റർ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. ഇപ്പം നിങ്ങളത് മനസ്സിലാക്കുക. അത് ഒരു ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻ്റ് ആണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും എന്ന് മാത്രം. നോക്കാം അടുത്തത്, അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ. സെക്ഷൻ 4 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനകത്ത് ആദ്യത്തെ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻ്റ് ആയിരുന്നു, അത് തീർന്നു. ഇനി സെക്കൻഡ് വൺ, ഇനി പഠിക്കാനുള്ളത് അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ. ഈ പറയുന്നത് പോലെ ഓരോ ഇൻഡസ്ട്രിക്കകത്തും തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡോമിനന്റ് പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ അവരുടെ പ്രവർത്തികൾ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നോ എൻ്റർപ്രൈസസ് ഓർ ഗ്രൂപ്പ് ഷാൾ അബ്യൂസ് ഇറ്റ്സ് ഡോമിനന്റ് പൊസിഷൻ. സെക്ഷൻ 4(1) പ്രകാരം നമ്മൾ പറയുന്നത് ഒരു കാരണവശാലും അവരുടെ ഡോമിനന്റ് പൊസിഷൻ എന്ന് പറയുന്നത് അബ്യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ചെയ്താലോ നോക്കാം. ഓക്കെ, ദ മീനിങ് ഓഫ് അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ. സെക്ഷൻ 4(2) പ്രകാരം പറയുന്നത് ദർ ഷാൾ ബി ആൻ അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ. ഈ പറയുന്ന ഡോമിനന്റ് പൊസിഷൻ അബ്യൂസ് ചെയ്യണം, മിസ്യൂസ് ചെയ്തിരിക്കണം. ആൻഡ് ഇഫ് ആൻ എൻ്റർപ്രൈസസ് ഓർ ഗ്രൂപ്പ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇമ്പോസസ് അൺഫെയർ ഓർ ഡിസ്ക്രിമിനേറ്ററി കണ്ടീഷൻസ് ഇൻ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് അൺഫെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ടാക്കുക, ഗുഡ്സ് വാങ്ങിക്കാനോ വിൽക്കാനോ. ആൻഡ് പ്രൈസ് ഇൻ പർച്ചേസ് ഓർ സെയിൽ ഇൻക്ലൂഡിങ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നതാണ്. നമുക്ക് പറയാം എന്താ പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയാം. ഓർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് ഈ ഡോമിനന്റ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനോ സെയിൽ ചെയ്യാനുള്ള അവരുടെ അവകാശം എന്ന് പറയുന്നത് തടയുക, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സെയിം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അതേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈസിങ് പോളിസി ഇമ്പോസ് ചെയ്യുക. ഇതെല്ലാം ഏതിന് ഉദാഹരണമാണ്? അബ്യൂസ്മെന്റ് ഓഫ് ഡോമിനന്റ് പൊസിഷന് ഉദാഹരണമാണ്. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ലിമിറ്റ് ഓർ റെസ്ട്രിക്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസസ് ഓർ മാർക്കറ്റ് ദെർഫോർ. അതായത് മാർക്കറ്റിലെ ഗുഡ്സോ പ്രൊവിഷൻ ഓഫ് സർവീസസോ ലിമിറ്റ് ചെയ്യുന്നു. കൂടാതെ ടെക്നിക്കൽ ഓർ സയന്റിഫിക് ഡെവലപ്മെന്റ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ഓർ സർവീസസ് ടു പ്രിജുഡൈസ് ഓഫ് കൺസ്യൂമർ. ഈ പറയുന്നത് പോലെ ആ പ്രൊഡക്റ്റുമായിട്ട് കയറി വരുന്ന ടെക്നിക്കൽ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ സയന്റിഫിക് ഡെവലപ്മെൻറ്റോ ഇതെല്ലാം ലിമിറ്റ് ചെയ്യുക. മനസ്സിലായി? ആരാ ഇതൊക്കെ ചെയ്യണേ? ആ പറയുന്ന ഡോമിനന്റ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആ പ്രവൃത്തിനെയാണ് നമ്മളിപ്പോൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തത്? അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷനായിട്ട് ട്രീറ്റ് ചെയ്തത്. ആൻഡ് ഇൻഡൾജ് ഇൻ പ്രാക്ടീസ് ഓർ പ്രാക്ടീസസ് റിസൾട്ട് ഇൻ ഡിനയൽ ഓഫ് മാർക്കറ്റ് ആസസ് ഇൻ എനി മാനർ. മാർക്കറ്റിലോട്ടുള്ള കടന്നുകയറ്റം, ഓക്കെ, അതായത് വേറൊരാൾക്ക് മാർക്കറ്റിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് തടയുക, അല്ലെങ്കിൽ അതിനെ നിർത്തലാക്കുക, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. And makes conclusion of contract subject to acceptance by other parties of the supplementary obligations which by either nature or according to the commercial usage have no connection with the subject of such a contract. അതായത് ഒരു കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെട്ടിട്ട് ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ അധികം സബ്സിഡറി കണ്ടീഷൻസ് പറയുക. ആ കണ്ടീഷൻസ് ഒന്നും ഏതിന് ബാധകമേ അല്ല, ഈ പറയുന്ന കോൺട്രാക്റ്റുമായിട്ട് ബാധകമേ അല്ല. ദാറ്റ് മീൻസ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്നാ, ആ ഡോമിനന്റ് പൊസിഷനിൽ ഇരുന്നിട്ട് അനാവശ്യമായിട്ടുള്ള റൂൾസ് ഇറക്കി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ട് ആ എഗ്രിമെൻറ്റിൻ്റെ വാലിഡിറ്റിനെ തന്നെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല ഉദ്ദേശത്തിനെ തന്നെ ഇല്ലാതാക്കുക. മനസ്സിലായി? ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ ഡോമിനന്റ് പൊസിഷനിലുള്ള ഒരാളാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള പർച്ചേസറെ എല്ലാം ഞാൻ മുടക്കിയിട്ട് ഞാൻ മാത്രമാണ് നിങ്ങളുടെ എന്ത് വാങ്ങിക്കുന്നത്? ഗുഡ്സ് വാങ്ങിക്കുന്നത്. എന്നിട്ട് ആ ഒരു എഗ്രിമെൻറ്റിനകത്ത് ഞാൻ ആവശ്യമില്ലാത്ത കുറേ സബ്സിഡറി ആയിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ടുവരികയാണ്. മനസ്സിലായി? ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ആ ഡോമിനന്റ് പൊസിഷനെ എന്ത് ചെയ്യണം? അബ്യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, use its dominant position in one relevant market to enter into or protect other relevant market. ഈ പറയുന്ന പോലെ റിലവൻറ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനെ എൻ്റർ ചെയ്യുമ്പോൾ അതിനെ തടയുക, ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുക. സോ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് എന്താണോ പറയണേ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ഡോമിനന്റ് പൊസിഷനും പറയണേ. ഡോമിനന്റ് പൊസിഷനകത്തും ഈ പറയുന്നത് പോലെ ഡോമിനന്റ് പൊസിഷനിലിരിക്കുന്ന വ്യക്തി ആരാണോ അയാൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ആൾക്കാരെ ഈ പറയുന്ന പോലെ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇവിടെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെല്ലാത്തിനെയും നമ്മളിത് ഈ പറഞ്ഞതുപോലെ അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് പ്രിഡേറ്ററി പ്രൈസ് എന്നാണ്. നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ഓക്കെ,
The predatory price means the sale of goods or provision of services at a price which is below the cost. നിങ്ങൾ ഡോമിനൻറ്റ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് എത്രയാണോ അതിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങളത് സെയിൽ ചെയ്യുക. അതായത് ഇതേപോലെ ഒരു മാർക്കർ ഉണ്ടാക്കാൻ എനിക്ക് 10 രൂപ ചിലവ് വരുമെന്ന് വിചാരിക്കുക. ഈ മാർക്കർ ഇൻഡസ്ട്രിയിലെ ഡോമിനൻറ്റ് പൊസിഷനിൽ നിൽക്കണ ഞാനാ, എനിക്കിത് ഉണ്ടാക്കാൻ തന്നെ 10 രൂപ ചിലവ് വരും, ഞാനിത് 8 രൂപയ്ക്ക് സെയിൽ ചെയ്യാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കി, of production of goods or provision of services with a view to reduce competition or eliminate the competitors. കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്കുണ്ടാവുന്ന ആക്ച്വൽ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ ഇത് തുടക്കത്തിൽ സെയിൽ ചെയ്യും. ഭാവിയിൽ ഞാൻ എന്ത് ചെയ്യും, കോമ്പറ്റീറ്റേഴ്സിന് ആർക്കും എൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം ഞാൻ അത്രയും ഡോമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. സോ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും വിട്ടേച്ച് പോകുന്ന സമയത്ത് ഞാൻ പയ്യനെ എൻ്റെ പ്രൈസ് കൂട്ടും. മനസ്സിലായി? ഇങ്ങനെ ഒരു സാഹചര്യം കയറി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീറ്റേഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം നമുക്കുണ്ടാവുന്ന ആക്ച്വൽ കോസ്റ്റിനേക്കാൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ കുറഞ്ഞ പ്രൈസിനെയാണ് നമ്മൾ പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത്. നോക്കാം. ഓക്കെ, എസാൻകോ ഈസ് എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചേഴ്സ് ഓഫ് സിമെന്റ്. It sold goods initially below the cost price. Cost price in a koromana for a year, and slowly its other competitors went out of the market. Thereafter, the enterprises changed its strategy and sold the goods above its cost price and made sustainable profit. മനസ്സിലായി? തുടക്കത്തിൽ അവർ വില കുറച്ചു, എന്നിട്ട് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും പോയ സമയത്ത് ഇവർ പയ്യനെ പ്രോഫിറ്റ് കൂട്ടി, ദാറ്റ് മീൻസ് സെയിൽ പ്രൈസ് കൂട്ടി. എക്സാമിൻ ദ ആക്ഷൻ ഇഫ് വിച്ച് മേ ലൈ അഗെയിൻസ്റ്റ് ദ എന്റർപ്രൈസ് അണ്ടർ ദ കോമ്പറ്റീഷൻ ആക്ട് 2002. തീർച്ചയായും അല്ലേ, അവരവിടെ ഡോമിനൻറ്റ് പൊസിഷൻ യൂസ് ചെയ്തിട്ട് പ്രെഡേറ്ററി പ്രൈസ് ആണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. ഓക്കെ, സോ എഗ്രിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അതേപോലെ തന്നെ ഡോമിനൻറ്റ് പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് രണ്ട് ചെയ്തിട്ടും ഈ പറയുന്ന പോലെ കോമ്പറ്റീഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് അല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ആൻറ്റി കോമ്പറ്റേറ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അതിനെ വോയിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നോക്കാം. നെക്സ്റ്റ് വൺ, എൻക്വയറി ഇൻ ടു സെൻട്രൽ എഗ്രിമെന്റ്സ് ആൻഡ് ഡോമിനൻറ്റ് പൊസിഷൻ ഓഫ് എന്റർപ്രൈസസ്, സെക്ഷൻ 19. ഓക്കെ, ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എഗ്രിമെന്റ്, അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ, ആൻഡ് ദ തേർഡ് വൺ കോമ്പിനേഷൻസ്. സോ ഇവിടെ കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം നിങ്ങൾ പഠിക്കുമ്പം ഇതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതായത് കോമ്പിനേഷൻസിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് എഗ്രിമെന്റിനെയും അബ്യൂസ്മെന്റ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷനെയും ഒരുമിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ പറഞ്ഞ 2 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അബ്യൂസ്മെന്റ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 19 പ്രകാരം എൻക്വയറി ഇൻ ടു സർട്ടൻ എഗ്രിമെന്റ് ആൻഡ് ഡോമിനൻറ്റ് പൊസിഷൻ ഓഫ് എന്റർപ്രൈസസ്. നോക്കി, ദ കമ്മീഷൻ, that means the competition commission, make an inquiry to determine as to whether the provision of section 3 or section 4 has been contravened. അതായത് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഡോമിനൻറ്റ് പൊസിഷൻ ഉണ്ടായോ എന്ന് ചെക്ക് ചെയ്യുക, എൻക്വയറി ചെയ്യുക. ദ കമ്മീഷൻ മേ മേക്ക് ആൻ എൻക്വയറി, ഓക്കെ, ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ. അതായത് കമ്മീഷന് സ്വമേധയാ ചെക്ക് ചെയ്യാം സെക്ഷൻ 3 സെക്ഷൻ 4 വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അതല്ലെങ്കിൽ ഓൺ റെസീപ്റ്റ് ഓഫ് എനി ഇൻഫർമേഷൻ ഇൻ സച്ച് മാനർ ആൻഡ് അക്കമ്പൈൻഡ് ബൈ സച്ച് ഫീസ് ആസ് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ദ റെഗുലേഷൻസ് ഫ്രം എനി പേഴ്സൺ, കൺസ്യൂമർ ഓർ കൺസ്യൂമർ അസോസിയേഷൻ ഓർ ട്രേഡ് അസോസിയേഷൻ. അതായത് സെക്ഷൻ 3 സെക്ഷൻ 4 വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സ്വമേധയാ കേസെടുക്കാം, അല്ലെങ്കിൽ സ്വമേധയാ അന്വേഷിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും അസോസിയേഷൻസോ വേറെ ഏതെങ്കിലും പേഴ്സൺസോ പറയുകയാണ് ഇങ്ങനെ ഒരു ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റോ ഡോമിനൻറ്റ് പൊസിഷനോ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാം, അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടാം. അതല്ലെങ്കിൽ ഇഫ് ദ റെഫറൻസ് ഈസ് മെയ്ഡ് ടു ദ കമ്മീഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി അതർ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. മനസ്സിലായി? അതായത് സെക്ഷൻ 3 സെക്ഷൻ 4 മനസ്സിലാക്കുക, ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റും ഡോമിനൻറ്റ് പൊസിഷനും അബ്യൂസ്മെന്റ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷനും, ഇങ്ങനെ 2 സാധനം സെക്ഷൻ 3 പ്രകാരമോ സെക്ഷൻ 4 പ്രകാരമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 19 പ്രകാരം കോമ്പറ്റീഷൻ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും. അതല്ലെങ്കിൽ വേറെ അസോസിയേഷൻസോ പേഴ്സൺസോ പറയുകയാണെങ്കിൽ അതിനടിസ്ഥാനത്തിൽ കേസെടുക്കും. അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ വേറെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി അധികാരത്തിൽ കേസെടുക്കും. എന്ന് വെച്ചാൽ എന്താ, അന്വേഷണത്തിന് ഉത്തരവിടും. ഇനി അടുത്ത പ്രോസസ്സ് എന്താ, പ്രൊസീജിയർ ഫോർ എൻക്വയറി അണ്ടർ സെക്ഷൻ 19. അതായത് സെക്ഷൻ 26 പ്രകാരമാണ് സെക്ഷൻ 19 പ്രകാരമുള്ള എൻക്വയറിയുടെ പ്രൊസീജിയർ പറയുന്നത്. ഓക്കെ, ഇഫ് ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓൺ റെസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ റിസീവ്ഡ് അണ്ടർ സെക്ഷൻ 19 ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദർ ഇറ്റ്സ് പ്രൈമ ഫേസിയ കേസ്, ഇറ്റ് മസ്റ്റ് ഡയറക്ടർ ജനറൽ ടു ഇൻവെസ്റ്റിഗേറ്റ്. അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ആർക്ക്, ഡയറക്ടർ ജനറലിന് ഉത്തരവിടും. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, സെക്ഷൻ 3 സെക്ഷൻ 4 വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ ജനറലിന് ഉത്തരവിടും.
ഇനി ഡയറക്ടർ ജനറൽ എന്ത് ചെയ്യും? ഓക്കെ, ദ ഡയറക്ടർ ജനറൽ ഓൺ റെസീപ്റ്റ് ഓഫ് സച്ച് എ ഡയറക്ഷൻ മസ്റ്റ് ഇവഞ്ച്വലി സബ്മിറ്റ് എ റിപ്പോർട്ട് നോട്ടിംഗ് അറ്റ് ദ വെരി ലീസ്റ്റ് ഫൈൻഡിംഗ് കൺസേണിംഗ് വെദർ ദർ ആർ അറ്റ് ഓൾ ഹാസ് ബീൻ എ കോൺട്രവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. അതായത് എന്ത് ചെയ്യും? ഡയറക്ടർ ജനറൽ അങ്ങേരെ ഇൻവെസ്റ്റിഗേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആർക്ക്? കോമ്പറ്റീഷൻ കമ്മീഷന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. സോ സെക്ഷൻ 19 പറയുന്നത് സെക്ഷൻ 3 സെക്ഷൻ 4 വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ഇതിനെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഉത്തരവിടാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കമ്മീഷനിലോട്ട് പോവാം. ഇനി അങ്ങനെ പോകുമ്പോൾ സെക്ഷൻ 26 പ്രകാരം നമ്മളോട് പറയുന്നത് എന്താ? കോമ്പറ്റീഷൻ കമ്മീഷൻ ഡയറക്ടർ ജനറലിന് ഉത്തരവിടും, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ പോയി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡയറക്ടർ ജനറൽ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ചുള്ള ഫൈൻഡിങ്സ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? തിരിച്ച് കോമ്പറ്റീഷൻ കമ്മീഷന് ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ഇനി അങ്ങനെ വരുന്ന റിപ്പോർട്ടിനകത്ത് 2 കാര്യങ്ങളാണ് ഉണ്ടാവണേ. ഒന്ന്, ഇൻ ദ ഇവന്റ് ദാറ്റ് ദ ഡയറക്ടർ ജനറൽ റെക്കമെൻഡ്സ് ദാറ്റ് ദർ ഈസ് എ നോ കോൺട്രവെൻഷൻ. അതായത് ഡയറക്ടർ ജനറൽ പറയുകയാണ് സെക്ഷൻ 3 സെക്ഷൻ 4 ഇവിടെ വയലേറ്റ് ചെയ്തിട്ടേ ഇല്ല. മനസ്സിലായി? അങ്ങനെ ഒരു എഗ്രിമെന്റും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അബ്യൂസ്മെന്റ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നോക്കി, ദ കോമ്പറ്റീഷൻ കമ്മീഷൻ മസ്റ്റ് ഇൻവൈറ്റ് ദ ഒബ്ജക്ഷൻ ഓർ സജക്ഷൻ ഫ്രം ദ പാർട്ടീസ് കൺസേൺ ഓൺ ദ ഡയറക്ടർ ജനറൽ റിപ്പോർട്ട്. അതായത് ഡയറക്ടർ ജനറൽ റിപ്പോർട്ടിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, ഈ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തികൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ആര് ഉത്തരവിടും? കോമ്പറ്റീഷൻ കമ്മീഷൻ ഉത്തരവിടും. മനസ്സിലായി? സോ കോമ്പറ്റീഷൻ കമ്മീഷൻ ഇങ്ങനൊരു റെസ്പോൺസ് കിട്ടിയതിന് ശേഷം ഡയറക്ടർ ജനറലിൻ്റെ അടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുന്നു. ഡയറക്ടർ ജനറൽ ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തിരിച്ച് കോമ്പറ്റീഷൻ കമ്മീഷനിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ആ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് ഡയറക്ടർ ജനറൽ പറയുകയാണ് ഒരിക്കലുമില്ല ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് ഇവിടെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അബ്യൂസ്മെൻറ്റ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ എന്ന് പറയുന്ന സാധനം ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ആരാണോ എന്തിനു വേണ്ടി വന്നേ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് കോമ്പറ്റീഷൻ കമ്മീഷനിലോട്ട് വന്നത് അവരുടെ അടുത്ത് അവരുടെ സജഷൻസും കൂടെ പറയും. ഇങ്ങനെയാണ് ഡയറക്ടർ ജനറൽ പറയണേ, ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ആരുടെ ചോദിക്കും? ഇവരുടെ അടുത്ത് ചോദിക്കും. ഇനി അതല്ല, സെക്കൻഡ് ചാൻസിൽ നോക്കിയേ, ഇൻ ദ ഇവന്റ് ദാറ്റ് ദ ഡയറക്ടർ ജനറൽ റെക്കമെൻഡ്സ് ദാറ്റ് ദർ ഈസ് എ കോൺട്രവെൻഷൻ, സെക്ഷൻ 3 സെക്ഷൻ 4 വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഡയറക്ടർ ജനറലിന് തോന്നുകയാണെങ്കിൽ ഓക്കെ, കോമ്പറ്റീഷൻ കമ്മീഷൻ can inquire into such contraventions in accordance with the provision of this act only if the competition commission is of the opinion that further inquiry is necessary. അതായത് ഇതേപോലെ ഉണ്ടാവുകയാണെങ്കിൽ ഇതുമായിട്ടുള്ള തുടർ നടപടിയും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. മനസ്സിലായോ? സോ ഫ്ലോയിൽ തന്നെ പോവുക. സെക്ഷൻ 3 സെക്ഷൻ 4 പറഞ്ഞത് 2 കാര്യങ്ങളെക്കുറിച്ചാണ്, ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റും ഡോമിനന്റ് പൊസിഷനും. അത് പ്രകാരം ആർക്കൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷന് സ്വമേധയാ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിക്കോ കോമ്പറ്റീഷൻ കമ്മീഷനിലോട്ട് പരാതിപ്പെടാം, ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാം. അങ്ങനെ ഓർഡർ ചെയ്താൽ സെക്ഷൻ 26 പ്രകാരം എന്ത് ചെയ്യുന്നു? കോമ്പറ്റീഷൻ കമ്മീഷൻ ഡയറക്ടർ ജനറൽക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ ഡയറക്ടർ ജനറൽ തിരിച്ച് ആർക്ക്? കോമ്പറ്റീഷൻ കമ്മീഷന് ഒന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രവെൻഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ കോൺട്രവെൻഷൻസ് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. മനസ്സിലായി? ഇനി അടുത്ത പ്രോസസ്സ് എന്താ? ഓർഡർ ബൈ ദ കമ്മീഷൻ ആഫ്റ്റർ എൻക്വയറി ഇൻ ടു എഗ്രിമെന്റ്സ് ഓർ അബ്യൂസ്മെന്റ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ. ഇനി ഇതേപോലെ സെക്ഷൻ 3 സെക്ഷൻ 4 വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായാൽ കോമ്പറ്റീഷൻ കമ്മീഷൻസ് ഉത്തരവിടും. എന്തിനൊക്കെയാന്ന് നോക്കി, it may direct any enterprises or a person to discontinue such agreement or abuse of dominant position. അതായത് ആ എഗ്രിമെന്റ് നിർത്തലാക്കണം, അല്ലെങ്കിൽ ഡോമിനന്റ് പൊസിഷൻ അബ്യൂസ് ചെയ്യുന്ന പരിപാടി നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട് ആർക്ക് ഉത്തരവിടാം? കോമ്പറ്റീഷൻ കമ്മീഷൻ ഉത്തരവിടാം. നമ്പർ 1. Number 2, it may direct any enterprises or person not to re-enter such agreement or continues such abuse of dominant position. ഒരു കാരണവശാലും ഡോമിനന്റ് പൊസിഷൻ ഇനി തുടരരുത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വീണ്ടും നിങ്ങൾ പുതിയൊരു എഗ്രിമെൻറ്റ്, ഈ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റുള്ള രീതിയിൽ വരുന്ന പുതിയ എഗ്രിമെൻറ്റിനകത്ത് എൻ്റർ ചെയ്യരുത്. ആൻഡ് ഇറ്റ് മേ ഇമ്പോസ് സച്ച് പെനാൽറ്റി ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ്. അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ഒരു നിശ്ചിതമായിട്ടുള്ള പെനാൽറ്റി ചാർജ് ചെയ്യും. ഇറ്റ് മേ ഓർഡർ പേയ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, അതുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടായിട്ട് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റിന് ഉത്തരവിടും. ആൻഡ് ഇറ്റ് മേ പാസ് സച്ച് അതർ ഓർഡേഴ്സ് ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. സെക്ഷൻ 27 പ്രകാരം പറയുന്നത് സെക്ഷൻ 26 പ്രകാരം ഡയറക്ടർ ജനറലിനും കോമ്പറ്റീഷൻ കമ്മീഷന് തോന്നുകയാണ് സെക്ഷൻ 3 സെക്ഷൻ 4 വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ വയലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം വേണ്ടാന്ന് വെക്കുക. പുതിയ എഗ്രിമെൻറ്റിനകത്തോ പുതിയ ഡോമിനന്റ് പൊസിഷനകത്ത് കയറി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളോ വേണ്ടാന്ന് വെക്കുക. അത് വേണ്ടാന്ന് വെക്കുക. അതിനാവശ്യമായിട്ടുള്ള പെനാൽറ്റി ചാർജ് ചെയ്യുക. അതിൻ്റെ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറയുക. തുടർ നടപടികൾ ഏതെങ്കിലും വേണമെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായോ? ഏത് പ്രകാരം? സെക്ഷൻ 27 പ്രകാരം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എത്രയാണ് പെനാൽറ്റി ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ എത്രയാണ് പെനാൽറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പെനാൽറ്റി ഷാൾ നോട്ട് ബി മോർ ദാൻ 10% ഓഫ് ആവറേജ് ഓഫ് ദ ടേൺ ഓവർ ഫോർ ദ ലാസ്റ്റ് 3 പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ.
മനസ്സിലായി? കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 10% വരെ പെനാൽറ്റി ചാർജ് ചെയ്യാം. Second one, if anti-competitive agreement has been entered into by any cartel ആണെങ്കിൽ, okay, the commission may impose upon upon each producer, seller, distributor, trader or service provider included in that cartel a penalty up to 3 times of profit for each year for the continuance of such agreement. കാർട്ടൽ പ്രകാരമാണെങ്കിൽ ഓരോ വർഷവും എത്രയാണോ പ്രോഫിറ്റ് അതിൻ്റെ 3 ഇരട്ടി വരെ പെനാൽറ്റി ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ 10% ഓഫ് ടേൺ ഓവർ ഫോർ ഈച്ച് ഇയർ ഓഫ് ദ കണ്ടിന്യൂവൻസ് ഓഫ് സച്ച് അഗ്രിമെന്റ്. അതായത് ആ എഗ്രിമെന്റ് കണ്ടിന്യൂ ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന ടേൺ ഓവറിൻ്റെ 10%, വിച്ച് എവർ ഈസ് ഹയർ. അത്രയും വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെനാൽറ്റി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. സോ പെനാൽറ്റി 2 രീതിയിലാണ്, 2 ഓർത്തിരിക്കുക. ഒന്ന് ടേൺ ഓവറിൻ്റെ 10%. ഇനി കാർട്ടലാണെങ്കിൽ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അതിനകത്ത് ഹയസ്റ്റ് ഏതാണെന്ന് നോക്കണം. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, സെക്ഷൻ 28. അതായത് ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ ഏതിനെ കുറിച്ചായിരുന്നു? എഗ്രിമെന്റിനെ കുറിച്ചാണ്. ഇനി ഡോമിനന്റ് പൊസിഷൻ ആണ് കയറി വരുന്നതെങ്കിൽ നോക്കേ, ഡിവിഷൻ ഓഫ് എന്റർപ്രൈസസ് എൻജോയിങ് ഡോമിനന്റ് പൊസിഷൻ. 27 പ്രകാരം അങ്ങനെയുള്ള എഗ്രിമെന്റുകളൊക്കെ ക്യാൻസൽ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ 28 പ്രകാരം ആ ഡോമിനന്റ് പൊസിഷനെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഡിവിഷനെ കുറിച്ചാണ് പറയുന്നത്. നോക്കേ, the commission may by written order direct division of enterprises enjoying the dominant position to ensure that such enterprises does not abuse its dominant position. എന്ത് ചെയ്യാൻ പാടില്ല? ഡോമിനന്റ് പൊസിഷനെ അബ്യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് നാച്ചർ ഓഫ് ഓർഡേഴ്സ് ഓഫ് ദ കമ്മീഷൻ, അങ്ങനെ ഒരു ഡോമിനന്റ് പൊസിഷൻ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഏതൊക്കെ തരത്തിലുള്ള ഓർഡേഴ്സ് ആണ് ഇടാൻ പറ്റുന്നത് നോക്കാം. ഒന്ന്, ദ ട്രാൻസ്ഫർ ഓർ വെസ്റ്റിംഗ് ഓഫ് പ്രോപ്പർട്ടി, റൈറ്റ്സ്, ലയബിലിറ്റി ഓർ ഒബ്ലിഗേഷൻസ്. Okay. Second one, the adjustment of contracts either by discharge or reduction of any liability or obligation otherwise. Third one, the creation, allotment, surrender or cancellation of shares, stock or securities, and the payment of compensation to any person to whom suffered any loss due to dominant position of such enterprises, and the formation or winding up of an enterprises or the amendment of the memorandum of association, articles of association or any other instruments regulating the business of the enterprises. That means പറയുന്ന കാര്യങ്ങളെല്ലാത്തിനകത്തും നമ്മുടെ എഗ്രിമെന്റിനകത്ത് പറയുന്നത് പോലെ തന്നെ ഡോമിനന്റ് പൊസിഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അങ്ങനെ ഡോമിനന്റ് പൊസിഷൻ യൂസ് ചെയ്യുന്നതെന്ന് ആർക്ക് തോന്നുകയാണെങ്കിൽ, നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ തോന്നുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഓർഡറിനകത്ത് ഏത് വേണേലും ഇടാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ ചേഞ്ച് ചെയ്യാൻ പറയാം. എന്തിനു വേണ്ടിയിട്ട്? അവർ ഡോമിനന്റ് പൊസിഷൻ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്. ഇനി അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി റൈറ്റ്സോ കാര്യങ്ങളോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിടാം. അങ്ങനെ ഡോമിനന്റ് പൊസിഷനായിട്ട് കയറി വരുന്ന ഏത് ഉത്തരവ് വേണമെങ്കിലും ഇടാം. മനസ്സിലായി? സോ നമ്മൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ, കോമ്പറ്റീഷൻ ആക്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ്, 4-5 ഡെഫിനിഷൻസ് പറഞ്ഞു അല്ലേ? ആ ഡെഫിനേഷനുമായിട്ട് കയറി വന്ന കേസ് ലോസ് നോക്കി. ഇനി കോമ്പറ്റീഷൻ ആക്ടിനെ മൊത്തമായിട്ട് നമ്മൾ 3 ആയിട്ടാണ് തരംതിരിച്ച്. എഗ്രിമെന്റ് എന്താണ്, അല്ലെങ്കിൽ ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് എന്താണ്, അബ്യൂസ്മെന്റ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ എന്താണ്, കോമ്പിനേഷൻ എന്താണ്. കോമ്പിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ബാക്കി സെക്ഷൻ 3ഉം സെക്ഷൻ 4ഉം നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ സെക്ഷൻ 3ഉം സെക്ഷൻ 4ഉം ഉണ്ടെങ്കിൽ സെക്ഷൻ 19 പ്രകാരം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തുടങ്ങിയത് സെക്ഷൻ 26, 27, 28 ഇങ്ങനെയാണ്. ആ ഒരു ഫ്ലോയിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് കാണാം. അടുത്ത വീഡിയോ കോമ്പിനേഷനാണ്. കോമ്പിനേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.